ശ്രീരാജ് പാരക്കൽ, വെൽക്കം ബാക്ക് ടു താങ്ക് യു എലീന, താങ്ക് യു എല്ലാവർക്കും. ഹായ്. ഈ എല്ലാവർക്കും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ടാറ്റ കൊടുത്തു. സ്വന്തം ഭാര്യയ്ക്കും കൂടിയാണ് ടാറ്റ കൊടുത്തത്. കാരണം ഗോപികയുടെ ഹസ്ബൻഡ് ആണ് ശ്രീരാജ്. അത് മാത്രമല്ല, ശ്രീരാജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് മുമ്പ് ഒരു പെർഫോമൻസ് നടത്തിയപ്പം ഈ മാത്സ് ഒക്കെ നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം ഒരു റുബിക്സ് ക്യൂബിന്റെ ഒരു സംഭവമായിരുന്നു ചെയ്തത്. റുബിക്സ് ക്യൂബിന്റെ അതുപോലെ ഇന്ന് എന്താണാവോ? ആക്ച്വലി എലീന, എനിക്കിന്ന് ഇവരുമായിട്ടൊന്ന് ഏറ്റുമുട്ടണം. കായികമായിട്ടല്ല, ഗെയിം. അപ്പോ എന്താ സംഭവിച്ചു കഴിഞ്ഞാല് ടിക് ടാക്ടോ എന്നാണ് ഈ ഗെയിമിന്റെ പേര്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പേര് അല്ലെ. അപ്പൊ ഈ ടിക് ടാക്ടോ എന്ന് പറഞ്ഞാൽ ഓയും എക്സും ഉപയോഗിച്ചുള്ള ഒരു ഗെയിമാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഓ സെലക്ട് ചെയ്യും, എക്സ് ഇവർക്ക് എല്ലാവർക്കും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു റോയിലോ ഒരു കോളത്തിലോ ഡയഗണലായിട്ടോ ഓയാണ് വരുന്നതെങ്കിൽ ഞാൻ ജയിക്കും, എക്സ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യും. ഇതാണ് ഗെയിം. ഞാൻ ഒറ്റയ്ക്കാണ്. എലീന എന്റെ കൂടെ കൂടുന്നോ? ഞാൻ ഉണ്ട്. അവൾ ആര് വിളിച്ചാലും വരും. നമ്മളൊരു ടീമായിട്ട്. ഇല്ലല്ല, നമ്മളൊരു ടീം. അപ്പൊ നമ്മളൊരു ടീം. ചേട്ടനും ബോർഡും. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ വെക്കും. കുറച്ച് നിങ്ങൾ ഇങ്ങോട്ട് നിന്നാൽ നിങ്ങൾക്ക് ഗെയിം കുറച്ച് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഓ വെച്ചു. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കാം, എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, ശരി 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 ശരി. ഇല്ല, തൽക്കാലം ആദ്യം പറഞ്ഞത് വെച്ചതാ. അല്ല, ആദ്യം പറഞ്ഞത് വെച്ചത്. അല്ലല്ല, അവിടെ പറഞ്ഞു. അല്ലല്ല, എലീന എങ്ങനെയാണ് ഞാൻ കളിക്കുന്നില്ല. എലീന പറഞ്ഞു പോയി. 6 മണിക്ക് ശേഷം കുട്ടിക്ക് അന്തിക്കുരുടാണ്, കുട്ടി കണ്ടുകൂടാ. വെച്ചത് വെച്ചുപോയി. ഇല്ല, മാറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ വെച്ചതാണ്. അടുത്ത ഞാനാ വെക്കുന്നത്. അടുത്ത ഓയാ വെക്കുന്നത്. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ് മാത്രമേ നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ. ആവുമ്പോ എന്റെ ഇഷ്ടത്തിന് ഞാൻ വെക്കുകയാണ്. എക്സ് ഞങ്ങളുടെ ഇഷ്ടമാണ്. എക്സ് നിങ്ങളുടെ ഇഷ്ടം. ഒരു റോയ് വന്നൂടാ. ചെറിയ ബുദ്ധി പ്രയോഗിച്ചാൽ മതി. നമ്മള് വെക്കല്ലേ? അല്ലല്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു. എക്സ് അടുത്തടുത്ത് വന്നൂടാ. ശരി, എന്നാ വെച്ചു. അല്ലെങ്കിൽ ഇവിടെ ഒരു എല്ലുകൂടി ടോയ്ലറ്റ് എക്സ് ആക്കും. അല്ല, പിന്നെ ദേഷ്യം വരൂലേ? അപ്പൊ ഇങ്ങനെ ഗെയിമാണ്. റെഡി ആണല്ലോ? ശരി. അപ്പോ അഖിലേട്ടാ, ഞാൻ ഇവിടെ വെക്കാം. പള്ളി പറഞ്ഞാൽ മതി. അവിടെ അങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഞാൻ വെക്കും. അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കൂലേ? കുറച്ച് ബുദ്ധിമുട്ട്. മനസ്സിലായി. ഇനി വീണ്ടും ഞങ്ങൾ ഇവിടെ വെക്കാം. എന്നെ ജയിക്കാൻ വിടൂലല്ലേ? ശരി, ഓക്കെ, ഇവിടെ വെച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് എന്റെ ഗെയിം ഞാൻ വെക്കാണ്. ഞാൻ സ്വാഭാവികമായിട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണാനായിരിക്കും പറഞ്ഞാ മതി. ഞാൻ ഇവിടെങ്കിലും ഒന്ന് ജയിക്കട്ടെ ലീന. ഇല്ലെങ്കിൽ നമുക്കല്ല എക്സ്. അല്ലാതെ താഴെ വെച്ച് കഴിഞ്ഞാൽ പുള്ളി അടുത്ത് നോക്കിയതാ. പുള്ളി ജയിക്കൂലേ? ഇനി വന്നേ ഉള്ളൂ. പിന്നെ വേറെ വെക്കാനുള്ളൂ. അപ്പൊ എന്തായാലും ഇത് വിൻ വിൻ സിറ്റുവേഷനിലോട്ട് ഈ സംഭവം പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്കൊരു കാര്യം എല്ലാവർക്കും പറയാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരും ജയിച്ചില്ലല്ലോ. നല്ല സമാധാനമല്ലേ എന്റെ ലീന? ഞാൻ ഇവിടെങ്കിലും ഒന്ന് ജയിച്ചോട്ടെന്ന് വിചാരിച്ചു. അതും പോയി. ഞാനൊന്ന് ജയിച്ചോട്ടെന്ന് വിചാരിച്ചിരുന്നു. തീർന്നില്ലേ? ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ നിങ്ങൾക്ക്? ഈ ഗെയിമിന് 2.5 ലക്ഷത്തിലധികം പോസിബിലിറ്റീസിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇന്ന് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുമ്പ് ഒരു കാര്യം പറയണം. കോമഡി മാസ്റ്റേഴ്സ് ഷോയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നവരും നിങ്ങളെപ്പോലെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനിരിക്കുന്ന ജഡ്ജസും ഇത്രയും പിന്നെ അനേകം വരുന്ന ജനങ്ങളുടെയും പല രീതിയിലുള്ള മനസ്സുകൾ ഒരുമിച്ച് ഒന്ന് ചേർന്ന് വരുമ്പോഴാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം 2.5 ലക്ഷത്തിലധികം പോസിബിലിറ്റീസ് ഉണ്ടായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റ മനസ്സോടുകൂടി ഇത് ഇങ്ങനെ തീർക്കാനായിട്ട് പറഞ്ഞത്. ഞാൻ ഇന്ന് വന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തു. ആ ഫോട്ടോയെ ഞാൻ പല കഷ്ണങ്ങളായിട്ട് മുറിച്ചു. എന്നിട്ട് അതിന്റെ ഈ ബ്ലോക്കിന്റെ ബാക്കിലായിട്ട് അതിന്റെ ഓരോ പീസസ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. ഓക്കെ, ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് കളിക്കാമായിരുന്നു. നിങ്ങൾ പറഞ്ഞ രീതിയിലാണ് ഞാൻ വെച്ചത്. എന്റെ രീതിയിലൊന്നുമല്ല ഞാൻ വെച്ചത്. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ജഡ്ജസും അനേകക്കിടക്കിന് ആളുകളും കഴിഞ്ഞാൽ
അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ലോഗോയാണ് ഇവിടെ ശരിക്കും അയ്യോ, അടിപൊളി. എങ്കിലും നമ്മൾ ഒരു എക്സ് അങ്ങോട്ടോ മോളോടോ ഈ സിക്ക മോളിപ്പോയനെ മൊത്തം തീർന്നനെ. ഗംഭീരം. അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ ആക്ച്വലി ഒരു മെന്റലിസം പോലെ വേറെ എന്തോ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ ശ്രീരാജ് ചെയ്യും എന്നുള്ളത്. പക്ഷെ ഇത് അവിടെ വേറെ കാര്യമുണ്ട്. ഇതും ഒരു കൈൻഡ് ഓഫ് മെന്റലിസം തന്നെയാണ്. അതെ ഇത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തോ? നമ്മളെ അല്ല, വേറെ കാര്യമുണ്ട്. ഇത് കോമഡി മാസ്റ്റേഴ്സ് ആണ്. ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറൂല, എല്ലാം കറക്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല, നമ്മളെ പോലെയാണ് എന്ത് ചളി അടിച്ചാലും ക്ലൈമാക്സ് കൊണ്ടുവന്ന് പഞ്ചായിരിക്കും. ഈ സീറ്റ് പോലും നമ്മൾ മാറുന്നു. എന്തായാലും ക്ലൈമാക്സിൽ പഞ്ചാണല്ലോ അല്ലേ? ടീച്ചർ എനിക്കത് കേട്ടാ മതി. ആ ഗംഭീര പഞ്ചായിരുന്നു. എന്തായാലും ഇന്നത്തെ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ദ മെയിൻ ഹു എൽസ് നമ്മളുടെ ഗസ്റ്റ് ശ്രീരാജ്. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ശ്രീരാജ്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ശ്രീരാജ് നമ്മൾ വീണ്ടും കാണും, കണ്ടിരിക്കണം. ഓക്കെ, ഷുവർ, തീർച്ചയായിട്ടും.